ഓം നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. അനുഗ്രഹീതമായിരിക്കുന്ന ശ്രീമദ് ഗർഗഭാഗവതത്തിന്റെ പവിത്രമായിരിക്കുന്ന ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ഗർഗമുനിയിൽ നിന്നും വിരചിതമായിക്കൊണ്ട് ശ്രീ നാരദ മഹർഷിയാൽ ബൃഹലാശ്വ രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ശ്രീമദ് ഗർഗഭാഗവതത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ ഒരു കാലത്ത് ആചരിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ഇരുന്ന വിശേഷമായിരിക്കുന്ന സങ്കല്പ തലങ്ങളുടെ പ്രാധാന്യത്തെ നമുക്ക് പറഞ്ഞു തരികയും അതില് ചില സ്ഥാനപ്പേരുകളുണ്ട്. ഗോകുലത്തിൽ പല വിധത്തിലുള്ള സ്ഥാനപ്പേരുകളാണ് അവിടെ കൊടുത്തത്. നന്ദന്, ഉപനന്ദന്, വൃഷഭാനു എന്നിങ്ങനെയൊക്കെയുള്ള പല വിധത്തിലുള്ള പേരുകൾ പറഞ്ഞു കൊടുത്ത് അതൊരു സ്ഥാനമാണ് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് ലക്ഷാധിപതി എന്നും കോടിപതി എന്നും ഒക്കെ പറയുന്നത് പോലെ അവർക്കെല്ലാം പല വിധത്തിലുള്ള സ്ഥാനപ്പേരുകളുണ്ട്. ഇവിടെ അങ്ങനെ പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതിന് രാജാവ് ചോദിക്കുകയാണ്, അല്ലയോ ദേവർഷി, അങ്ങ് എനിക്ക് 9 വിധത്തിലുള്ള ഉപനന്ദനന്മാരുണ്ട് എന്ന് പറയുന്നു. അവരാരെല്ലാമായിരുന്നുവെന്നും അവരെല്ലാം എത്രയോ സൗഭാഗ്യശാലികളായിരുന്നുവെന്നും ഒക്കെ മനസ്സിലാക്കുന്നു. അവരുടെ പൂർവജന്മത്തെ പറ്റി എനിക്ക് പരിചയപ്പെടുത്തി തന്നാലും ഈ ഭൂമിയിൽ അവരുണ്ടായിട്ടുള്ള അവരില്ലെങ്കിൽ അവരെ ആരായിരുന്നുവെന്നും ഉപനന്ദനന്മാരോടൊപ്പം 6 വൃഷഭാനുമാരുടെയും മംഗളകരമായിരിക്കുന്ന വർണ്ണ കർമ്മങ്ങളെ പറ്റിയും ഒക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ നാരദ മഹർഷി പറയുന്നുണ്ട്, 9 ഉപനന്ദന്മാരുണ്ട്. ആദ്യം 9 നന്ദന്മാരെ പറയാം, പിന്നീടാണ് ഉപനന്ദനന്മാരായിരിക്കുന്നവരുണ്ട്, പിന്നെ വൃഷഭാന്മാരുണ്ട്. ആദ്യം നന്ദന്മാരായിരിക്കുന്ന 9 പേരുടെ പേരുകളാണ് പറയുന്നത്. ആ 9 നന്ദന്മാരെന്ന് പറയുന്നത് ഗയനെന്നും വിമലനെന്നും ശ്രീശനെന്നും ശ്രീധരൻ എന്നും മംഗലൻ എന്നും മംഗലായനൻ എന്നും രംഗവല്ലീശൻ എന്നും രംഗോജി എന്നും ദേവനായകൻ എന്നുമുള്ള 9 പേരുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള 9 നന്ദന്മാരുണ്ട് ഗോകുലത്തിൽ. അതോടൊപ്പം തന്നെ ഇവര് ഗോകുലത്തിൽ തന്നെ ജനിച്ചവരാണ്. വേദിഹോത്രനും അഗ്നിമുക്കും സാമ്പനും ശ്രീകരനും ഗോപതിയും സുതനും പ്രജേശനും പാവകനും ശാന്തനും തുടങ്ങിയ ഉപനന്ദന്മാരും അതോടൊപ്പം തന്നെ നീതിവിധനും മാർഗധനും ശുക്ലനും പതങ്കനും ദിവ്യവാഹകനും ഗോപേഷ്ടനും തുടങ്ങിയ 6 വൃഷഭാനുമാരും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം ഗോകുലത്തിൽ ജനിച്ചവരാണ്. ഇവരുടെയൊക്കെ സ്ഥാനപ്പേരുകളാണ് നന്ദനെന്നും ഉപനന്ദനെന്നും വൃഷഭാനു എന്നും ഒക്കെ ഇവരുടെ സ്ഥാനപ്പേരുകളാണ്. അപ്പൊ അങ്ങനെ നന്ദന്മാരായിരിക്കുന്ന 9 പേരും ഉപനന്ദന്മാരായിരിക്കുന്ന 9 പേരും 6 വൃഷഭാനുമാരുമാണ് ഉള്ളത് എന്നാണ് പറയുക. അതിൽ ഇവരെല്ലാവരും ഈ വ്രതത്തിൽ, അതായത് ഈ സ്ഥലത്ത് ഗോകുലത്തിൽ തന്നെ ജനിച്ചവരാണ്. ആരാണോ ഗോലോകധാമത്തിൽ ഭഗവാനോടൊപ്പം
നിൽക്കാൻ വളരുവാൻ സാധിക്കപ്പെട്ടത് അവരെല്ലാവരും ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മളോട് അദ്ദേഹം പറയുകയാണ്. ഏറ്റവും ഒരു ദിവസം ഇങ്ങനെ അവരിത്രയും പേര് ഇവിടെ ഉണ്ട്. അതായത് ഓരോ സ്ഥാനങ്ങൾ നമ്മൾ പറയല്ലോ, ഈ ഓരോ സ്ഥലത്ത് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ അവർ നോക്കിയിരുന്ന, നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ഇത്ര വശുക്കളെ വീതമുള്ളവർ ഇത്ര പേരാണ്, ഇത്ര വശുക്കളുണ്ടെങ്കിൽ ഇത്ര ഇന്ന സ്ഥാനക്കാരാണ്. അങ്ങനെയാണ് അവരുടെ ഇടയിൽ അവർക്കൊരു സ്ഥാനം കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നന്ദന്മാരും ഉപനന്ദന്മാരും വൃഷഭാനുമാരുടെ എല്ലാവരുടെയും രാജകീയമായ അതല്ലെങ്കിൽ അവരുടെ എല്ലാം നിയന്ത്രിക്കപ്പെടുന്ന ആളാണ് നന്ദഗോപൻ എന്ന് പറയുന്ന ആൾ. അതായത് യശോദാദേവിയുടെ ഭർത്താവായിരിക്കുന്ന ഭഗവാന്റെ അച്ഛനായിക്കൊണ്ട് കാണുന്ന നന്ദഗോപൻ എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും രാജകീയമായ സ്വഭാവം, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം നേതാവായിരിക്കുന്ന ആളാണ്. അവിടെയാണ് ഭഗവാൻ കൃഷ്ണന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെയാണ് ഭഗവാൻ കൃഷ്ണന്റെ, അതുകൊണ്ട് എപ്പോഴും ഈ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഉള്ളവരുടെ ഒരു വിശേഷമായിരിക്കുന്ന ശ്രദ്ധ ഭഗവാനിലേക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം യശോദാദേവി ഇങ്ങനെ യശോദാദേവിയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്തുണ്ട് കുറെ സ്ത്രീകൾ, ഗോപികമാര് യശോദാദേവിയുടെ അടുക്കൽ എന്നിട്ട് പറഞ്ഞു, യശോദാമ്മയോട് പറഞ്ഞു, ഇങ്ങനെ യശോദാമ്മ ഞങ്ങൾക്കൊരു ചെറിയ പരാതി പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് യശോദാമ്മയ്ക്ക് അറിയാം അവരിങ്ങനെ വളരെ കാര്യമായിട്ട് വരുന്നത് എന്തിനാണ്? ഭഗവാന്റെ കുറ്റം പറയാൻ, ഭഗവാന്റെ പരാതി, ഭഗവാനെ പറ്റിയുള്ള പരാതി പറയാനാണ്. അപ്പൊ ഇനി എന്താണ് പരാതി എന്ന് മാത്രം നമ്മൾ കേട്ടാൽ. അപ്പൊ എല്ലാരും വന്നിരുന്ന് കഴിഞ്ഞപ്പം ചോദിച്ച എന്താണ്? അപ്പൊ പറയുന്നുണ്ട്, ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കൃഷ്ണന് ചെറിയൊരു സ്വഭാവ ദൂഷ്യം. യശോദാമ്മ ചോദിച്ച് എന്താണ് കൃഷ്ണനുള്ള സ്വഭാവത്തിൽ വന്ന പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഈ ചിലപ്പോഴൊക്കെ ഈ കൃഷ്ണനും കൂട്ടുകാരും എല്ലാവരും കൂടി ഉണ്ടല്ലോ, അവിടെ യമുനാ തീരത്തേക്ക് പോകും. യമുനാ തീരത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം യമുനാ നദിയുടെ തീരത്ത് ചെന്നിട്ട് മണ്ണൊക്കെ മാറ്റിയിട്ട് കുറച്ച് മണ്ണെടുത്ത് കഴിക്കും. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് മണ്ണ് കഴിക്കുന്നുണ്ട് കണ്ടു. അപ്പൊ യശോദാമ്മ ഇതൊന്ന് ശ്രദ്ധിക്കണം. യശോദാമ്മ ചോദിച്ചു, കൃഷ്ണൻ മാത്രമേ കഴിക്കുന്നുള്ളൂ? അല്ല, എന്റെ മക്കൾ എല്ലാം കഴിക്കുന്നു. കൃഷ്ണൻ കഴിക്കുന്നത് കൊണ്ടാണ് എന്റെ മക്കൾ കഴിക്കുന്നത്. അപ്പൊ ഈ കൃഷ്ണനാണ് ഇത് എന്റെ മക്കളെ കൂടി അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളെ കൂടി വഷളാക്കുന്നത് എന്നാണ് ഫലത്തിൽ പറഞ്ഞു വരുന്നത്. അപ്പം സ്ഥിരം ഇങ്ങനെ കൃഷ്ണൻ വിളിച്ചോണ്ട് പോകുമ്പോൾ കൃഷ്ണനാണ് ആദ്യം ചെയ്യുന്നത്. കൃഷ്ണൻ ചെയ്ത് കഴിഞ്ഞ് കൃഷ്ണനോട് പറയുന്നത് ഇവരൊക്കെ ആയിരിക്കാം. പക്ഷെ എന്ത് ചെയ്യും? പരാതികളെല്ലാം ആരുടെ ഉള്ളൂ? കൃഷ്ണന്റെ വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. മണ്ണ് തിന്നുന്ന, നമ്മളൊക്കെ മണ്ണ് തിന്നിട്ടുള്ള അല്ലേ? കുട്ടിക്കാലത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് മണ്ണ് തിന്നു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെയുള്ള മണ്ണൊന്നും തിന്നാതെ. പണ്ട് കാലത്തുള്ളവരൊക്കെ ഒരുപാട് നമ്മുടെ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ മണ്ണ് വാരിയൊക്കെ തിന്നുകയും മണ്ണ് വാരി തിന്നതിന് അടിമേടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും കൃഷ്ണന്റെ മാനസികാവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ മണ്ണൊക്കെ തിന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും യശോദാദേവി അത് വിശ്വസിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം യശോദാദേവി തന്നെ ആ യമുനാ തലത്തിലേക്ക് പോയപ്പോ എന്ത് ചെയ്യുന്നു? കൃഷ്ണനും തന്റെ കൂട്ടുകാരെല്ലാവരും കൂടി ഇരുന്ന് മണ്ണ് ഇങ്ങനെ മണ്ണ് വാരി തരുന്നു. യശോദാമ്മ ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കൈയൊക്കെ തുടച്ച് വൃത്തിയാക്കി കൃഷ്ണൻ എല്ലാവരും കൈയൊക്കെ തുടച്ചിരുന്നു. യശോദാമ്മ ചോദിച്ചു, ആരാണ് മണ്ണ് തിന്നത്? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അമ്മ ഇവരാണ് മണ്ണ് തിന്നത്, ഞാൻ മണ്ണ് തിന്നില്ല. യശോദാമ്മ നോക്കിക്കൊണ്ട് മുഖം നിറയെ എന്തിരിക്കുന്നു? മണ്ണിരിക്കുന്നു. അപ്പൊ യശോദാമ്മ ഇങ്ങനെ ഭഗവാനെയും എല്ലാവരെയും വഴക്കൊക്കെ പറഞ്ഞിട്ട് യശോദാമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്റെ കുടുംബത്തിലേക്ക് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ യശോദാമ്മയ്ക്ക് പല പ്രാവശ്യം ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ഭഗവാനെ വഴക്കൊക്കെ പറഞ്ഞു, നീ മണ്ണ് തിന്നുകയാണെങ്കിൽ നിനക്ക് അടി തരും, അത് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഒരു ദിവസം വീണ്ടും കണ്ണൻ ഇങ്ങനെ മണ്ണ് തിന്നു എന്ന് യശോദാമ്മയോട് ആരോപണം. അപ്പൊ അത് കേട്ടപ്പോ യശോദാമ്മയ്ക്ക് വളരെയധികം വിഷമവും ദേഷ്യവും തോന്നി. എന്നിട്ട് കണ്ണനോട് എന്ന് ചോദിച്ചു, നീ മണ്ണ് തിന്നു? അപ്പൊ എന്ത് ചെയ്തു? കണ്ണൻ പറഞ്ഞു, അമ്മയെ ഞാൻ എന്നും മണ്ണ് തിന്നുന്ന ആളാണ്, പക്ഷെ ഇന്ന് ഞാൻ മണ്ണ് തിന്നു.
അപ്പൊ പറഞ്ഞല്ല നീ ബാക്കിയുള്ളവരെല്ലാം മണ്ണ് തിന്നില്ല. അപ്പൊ പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം മണ്ണ് തിന്നു, പക്ഷെ ഇന്ന് ഞാൻ മണ്ണ് തിന്നില്ല. യശോദാമ്മ സമ്മതിക്കത്തില്ല. അല്ല നീ ഇന്ന് മണ്ണ് തിന്നു. അപ്പൊ പറഞ്ഞില്ല, എന്റെ കൈ നോക്കാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ കൈ നോക്കിയപ്പോ ഭഗവാന്റെ കയ്യിലെങ്ങും മണ്ണില്ല. മുഖത്ത് നോക്കിയപ്പോ മുഖത്തെങ്ങും മണ്ണിരിപ്പില്ല. പിന്നെയും യശോദാമ്മയ്ക്ക് സംശയം. യശോദാമ്മ ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് നേരെ ഗോകുലത്തിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിന്റെ മുറിയിൽ കയറിയിട്ട് പറഞ്ഞു, എന്ത് ചെയ്തു, നീ വാദം ഉറക്കാം. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വാദം ഉറക്കത്തില്ല. അപ്പൊ പറഞ്ഞതല്ല, നീ വാദം ഉറന്ന് നോക്കണം, എനിക്ക് നീ മണ്ണ് തിന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഭഗവാന്റെ 2 കൈ ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വടിയെടുക്കണോ, നീ വാദം ഉറക്കുന്നു. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വാദം ഉറക്കുന്നില്ല എന്ന് പറഞ്ഞു. യശോദാമ്മ വഴക്ക് പറയുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു, മെല്ലെ തന്റെ വായ ഒന്ന് തുറന്നു. തന്റെ വായ ഒന്ന് നന്നായി തുറന്നു കഴിഞ്ഞപ്പോൾ യശോദാമ്മ ആ വായിലേക്ക് നോക്കിയപ്പോ അനന്തമായിരിക്കുന്ന ആ വലിയ ആ സൗരയൂഥങ്ങളുടെ ഒരു കൂട്ടം അവിടെ യശോദാമ്മയ്ക്ക് കാണാൻ സാധിക്കും. വളരെ വലിയ സൗരയൂഥങ്ങളുടെ ഒരു കൂട്ടവും അതിലൊരു ഭൂമിയും, ആ ഭൂമിയിൽ ഒരു അമ്പാടിയും, ആ അമ്പാടിയിൽ ഒരു യശോദയും, അവിടെ ഒരു കണ്ണനും നിൽക്കുന്നത് യശോദാമ്മ കണ്ടു. കണ്ണന്റെ 2 കൈയിലിങ്ങനെ മുറുക്കം പിടിച്ചേക്കുമായിരുന്നു യശോദാമ്മ. ആ കയ്യെ നയിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, യശോദാമ്മ ഇങ്ങനെ തൊഴുതു കണ്ണനെ. നിസ്സാരക്കാരനാണോ തന്റെ മുമ്പിൽ നിൽക്കുന്നത്? തന്റെ മകനായിരിക്കുന്ന കണ്ണൻ, ആ കണ്ണന്റെ വായിൽ കണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനും 14 ലോകങ്ങളും ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന, ഒപ്പം എല്ലാ സ്ഥാനങ്ങളിലും ഇതിനകത്തിൽ കാണാൻ എനിക്ക് സാധിക്കുന്നു. അതിനുള്ളിലിരിക്കുന്ന എന്നെയും എനിക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ എന്റെ കണ്ണൻ വെറും മോശക്കാരനാണോ? ഈ ഇരിക്കുന്ന കൃഷ്ണൻ വളരെ മോശക്കാരനാണോ എന്ന് വിചാരിച്ചുകൊണ്ട് യശോദാമ്മ തന്റെ ബോധമില്ലാതായി യശോദാമ്മയോട് എന്നെ വീണു. അപ്പൊ എന്ത് ചെയ്തു, കണ്ണം വായൊക്കെ അടച്ച് യശോദാമ്മയുടെ മുഖത്ത് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ചപ്പോ യശോദാമ്മ കണ്ണു തുറന്ന് കണ്ണനെ ഒന്ന് നോക്കി. കണ്ണന്റെ മടിയിൽ തല വെച്ച് യശോദാമ്മ കിടക്കുന്നു. പുറത്തുള്ളവരെ നോക്കിയപ്പോൾ കണ്ണൻ ഇരിക്കുന്നു. കണ്ണന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് യശോദാമ്മ ഇരിക്കുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. എത്ര ഭാഗ്യവതിയാണ് യശോദാമ്മ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞു കണ്ണന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടന്നുറങ്ങുവാൻ ഒരു അമ്മയ്ക്ക് സാധിക്കുക എന്നുള്ളത് എത്രയോ സൗഭാഗ്യം ചെയ്ത ആളാണ് യശോദാമ്മ എന്ന് ഉള്ളവരെല്ലാം വിചാരിച്ചു. യശോദാമ്മ തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ട് കണ്ണനെ നോക്കി. കണ്ണൻ എന്ത് ചെയ്തു, ആ യശോദാമ്മയുടെ മുഖം ഇങ്ങനെ കണ്ണന്റെ അടുക്കലോട്ട് ചേർത്ത് പിടിച്ച് ആ ചെറിയ കൈകൾ കൊണ്ട് യശോദാമ്മയുടെ കണ്ണുകളെല്ലാം, കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി യശോദാമ്മയുടെ കവിളത്തേക്ക് ഒരു മുത്തം കൊടുത്തു. യശോദാമ്മയ്ക്ക് വളരെയധികം സന്തോഷവും ഒപ്പം എന്ത് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്തത്ര ആനന്ദവും തോന്നി. പക്ഷേ എന്തിനാണ് താൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതെന്നൊന്നും യശോദാമ്മയ്ക്ക് പക്ഷെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം അവിടെയാണ് മായയുടെ ബലം. ഭഗവാനിൽ നിന്നും ഭഗവാനെ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും എന്തൊരു സങ്കല്പം നമുക്കുണ്ടായാൽ പോലും അവിടെ എന്തുണ്ടാവും, മായാ ഭഗവതിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും പലതും മായയായി തോന്നുന്നത്. ചിലപ്പോൾ ചിലതൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാകാൻ സാധിക്കാത്തത്. കണ്ണുണ്ടെങ്കിലും കാണുന്നതിനുണ്ട് പണി. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്ക് കാണുവാൻ സാധിക്കാത്തതായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ടൊന്നും അതില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. ഒരു പൂവെടുത്തു, പൂവിന് എന്ത് സുഗന്ധമാണുള്ളത്. എങ്ങനെ ഇരിക്കും ഈ മുല്ലപ്പൂവിന്റെ സുഗന്ധം? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അതിന് സുഗന്ധം ഉണ്ടോ? ഉണ്ട്. അതെങ്ങനെ നമുക്കറിയാം? അനുഭവിച്ച് അറിയാം. പക്ഷെ അത് കണ്ടറിയാൻ നമുക്ക് സാധിക്കത്തില്ല. കണ്ടറിയാൻ പറ്റാത്തത് നമ്മൾ എന്ത് പറയും? കൊണ്ടറിയണമെന്ന് പറയും. ചിലത് കേട്ടറിയണമെന്ന് പറയും. കണ്ടറിയുകയും കൊണ്ടറിയുകയും കേട്ടറിയുകയും പറഞ്ഞറിയുകയും ചെയ്യുന്ന ഒരുപാട് പരമാർത്ഥങ്ങളും സത്യങ്ങളും ഈ ലോകത്തുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല വിധത്തിലുള്ള പരമാർത്ഥ സത്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന ആ അമ്പാടി എന്നുള്ളത് മറ്റൊരു സങ്കല്പമാണ്. അങ്ങനെ പല വിധത്തിലും ഓരോ ദിവസം കഴിയുന്തോറും അതിരാവിലെ യശോദാമ്മ എഴുന്നേറ്റ് കണ്ണനെ കുളിപ്പിച്ച് പുതുവസ്ത്രം ധരിപ്പിച്ച് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത്
കണ്ണന്റെ യശോദാമ്മയുടെ അടുക്കൽ ആള് വരും. എന്തിനാണ് ആള് വരുന്നത്? യശോദാമ്മയുടെ അടുക്കല് കണ്ണനെ പറ്റി പരാതി പറയും. അങ്ങനെയാണ് ചില കുട്ടികൾ, അങ്ങനെയാണല്ലേ? ചില കുട്ടികൾ എപ്പോഴും വലിയ കുസൃതികളാണ്, എപ്പോഴും ഒരുപാട് പരാതികൾ കേൾപ്പിക്കുന്നവരാണ്, കേൾക്കുന്നവരും. അപ്പൊ അങ്ങനെ പരാതികളൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്ന കേട്ടപ്പോ യശോദാമ്മയ്ക്ക് തന്നെ വളരെയധികം വിഷമം തോന്നി. എന്നിട്ട് എന്തോ ചെയ്തു? ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം കൃഷ്ണനെ കാണാനില്ല. കൃഷ്ണനെ കാണാതിരിക്കുന്ന സമയത്ത് യശോദാമ്മ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോ എന്ത് ചെയ്തു? കൃഷ്ണനെ ഒരുപാട് ഗോപികമാരെല്ലാം കൂടെ നിൽക്കുന്നു. അപ്പൊ യശോദാമ്മയുടെ ആരോ പറഞ്ഞ കൃഷ്ണനെ അവിടെ പിടിച്ചു നിർത്തിയൊക്കെയാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. യശോദാമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അവിടെ ചെന്ന് നോക്കിയപ്പോ എന്താണ്? ഒരു വീട്ടിന്റെ മുറ്റത്ത് വലിയ ആൾക്കൂട്ടം. നോക്കി ചെന്നപ്പോ അവിടെ ഉള്ളവരാണ്. യശോദാമ്മ എന്നപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നോക്കിയപ്പോ എന്താണ്? നടുക്ക കൃഷ്ണൻ നിൽക്കുന്നു. കൃഷ്ണനും കൃഷ്ണന്റെ കൂട്ടുകാരും. എന്താണ്? കൃഷ്ണന്റെ ദേഹം മുഴുവൻ എന്താണ്? തൈരും പാലും. എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അവിടെ ഒരു വലിയ ഒരു വീട്ടില് ഇങ്ങനെ ഉറി കെട്ടി തൂക്കിയിട്ടു. സാധാരണ ഉറിയൊക്കെ താത്തൊക്കെ വെക്കുമായിരുന്നു പണ്ട് കാലം, ഇല്ലേ? ഉറി തറ വെക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലേ? അതിലൊരു സാധനമുണ്ട് വട്ടത്തിലിരിക്കുന്നത്. അതിന്റെ മണ്ടയ്ക്ക് ഓരോ മൺകുടം ഇങ്ങനെ വെച്ച് വെക്കും. കൃഷ്ണൻ ഉള്ളതുകൊണ്ട് പിന്നെന്ത് ചെയ്തു? ഇതെല്ലാം അങ്ങ് മേളിലോട്ടാക്കി. കൃഷ്ണന് എത്താത്ത രീതിയിലാക്കി. അപ്പൊ എന്ത് ചെയ്യും? കൃഷ്ണന് ആ വീടുകളിൽ ചെന്നിട്ട് ആ ജനലിൽ കൂടി കയറി അതിൽ പിടിച്ച് എടുക്കും. അപ്പൊ എന്ത് ചെയ്തു? ജനലിന്റെ അടുക്കൽ നിന്ന് മാറ്റി വീടിന്റെ നടുക്കാക്കിയപ്പോ എന്ത് ചെയ്തു? കൃഷ്ണന്റെ കൂട്ടുകാരോടെ ചെന്ന് അവിടെ നിന്ന് ഓരോ വലിയ പാത്രങ്ങൾ എടുത്ത് അതിന്റെ ചൂട്ടിൽ കൊണ്ടുവെക്കും. എന്നിട്ടോ കൂടെ ഉണ്ടായിരിക്കുന്നവർ പറയും, ഞങ്ങളുടെ പുറത്തോട്ട് ചവിട്ടിക്കൊള്ളാൻ പറയും. കൃഷ്ണൻ എന്നിട്ട് അവരുടെ പുറത്തോട്ട് ചവിട്ടിയിട്ട് ഇതിന്റെ ഈ വലിയ കുടത്തിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കും. കുടത്തിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്കുമ്പോഴത്തേക്കും ഈ കുടം ഒന്ന് പൊട്ടും. അപ്പൊ എന്താ? ഇതെല്ലാം തൂത്ത് സൈഡിലോട്ട് മാറ്റി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഉരലെടുത്തുകൊണ്ട് വന്ന് അവിടുത്തെ പഴയ കാലത്ത് തടിയുടെ ഉരലാണ്, ഇല്ലേ? പഴയ തടിയുടെ ഉരുള് കണ്ടിട്ടില്ലേ? ഉരലൊക്കെ ഉരുട്ടിക്കൊണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് കൂട്ടുകാരെല്ലാം കൂടെ എടുത്തു വെക്കും. കൃഷ്ണൻ എന്ത് ചെയ്യും? കൃഷ്ണന്റെ കൂട്ടുകാരുടെ ഇതിന്റെ മുകളിൽ കയറും. മുകളിൽ കയറിയിട്ട് ഈ ഉറിയിൽ പിടിച്ചിട്ട് ആ ഉറിയിലെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന കുടം ഇങ്ങനെ ചരിക്കുമ്പോ എന്ത് ചെയ്യും? അതിനകത്ത് നിന്ന് ഇങ്ങനെ ആ തൈര്, പാല്, അതുപോലെ തന്നെ വെണ്ണയൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴും. അപ്പൊ എന്ത് ചെയ്യും? കൂട്ടുകാരെല്ലാവരും കൂടി അവിടെ നിന്ന് ഇത് കൈകൊണ്ട് ഇങ്ങനെ മേടിച്ചിട്ട് അവരെല്ലാം കഴിക്കും. അപ്പൊ അതെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ദിവസം ശബ്ദം കേട്ട വീട്ടിലുള്ളവർ ചെന്ന് നോക്കിയപ്പോ എന്ത് ചെയ്യുന്നു? കൃഷ്ണൻ ആ ഉറിയില് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നു. കൂട്ടുകാരെല്ലാരും ഓടിപ്പോകും. അപ്പൊ അങ്ങനെ ചെന്ന വീട്ടിലുള്ളവർ എന്ത് ചെയ്തു? കൃഷ്ണനെ പിടിച്ചിറക്കി. എന്നിട്ട് പിടിച്ചവിടെ നിർത്തിയേക്കുവാണ്. അപ്പൊ കൃഷ്ണൻ ഇങ്ങനെ അതിൽ പിടിച്ചപ്പോഴത്തേക്കും ഇതിൽ നിന്ന് വീഴുന്ന തൈര് എന്ത് ചെയ്തു? കൃഷ്ണന്റെ ദേഹത്തൂടെ അങ്ങ് വീണു. കൃഷ്ണന്റെ ദേഹം നിറയെ തൈര. അപ്പൊ എന്നിട്ട് കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുക. ഈ കള്ളനെ കൈയോടെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, തൊണ്ടി മുതൽ സഹിതം കള്ളനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ്. യശോദാമ്മ വന്നിട്ട് വിടത്തുള്ളൂ എന്നാ പറഞ്ഞത്. അങ്ങനെ യശോദാമ്മ സഹിതം വന്ന് അവിടെ നിൽക്കുന്ന സമയത്താണ് യശോദാമ്മ ഇതറിഞ്ഞ് അവിടെ ചെല്ലുകയും യശോദാമ്മയ്ക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ കൊണ്ട് തോന്നി. കാരണം എന്താ? തന്റെ മകനെ ഇങ്ങനെ ഒരു കള്ളനെ പോലെ പിടിച്ച് അവിടെ നിർത്തിയേക്കുന്നത് കണ്ടപ്പോ യശോദാമ്മയ്ക്ക് വളരെയധികം വിഷമം തോന്നി. എന്നിട്ട് യശോദാമ്മ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ചെന്ന് ആ കൃഷ്ണന്റെ കയ്യെ പിടിച്ചുകൊണ്ട് വീട്ടിലോട്ട് ഓടി വന്നു. ആ വീട്ടിലോട്ട് പോകുന്നത് വളരെ ദേഷ്യത്തോടുകൂടിയാണ്. ഇങ്ങനെ അമ്മ ദേഷ്യം വരുമ്പോ കുഞ്ഞിന്റെ കയ്യെ പിടിച്ചോണ്ട് ഒരു സ്പീഡിലൊരു നടത്തേ ഇല്ലേ? അങ്ങോട്ട് ചെല്ലട്ടെ, അതിന് ഞാൻ തരാം, ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം യശോദാമ്മയുടെ പുറകെ എല്ലാവരും ചെല്ലും. എന്നിട്ട് അവരൊക്കെ പറയും, യശോദാമ്മ സാരമില്ല, കണ്ണനെ വഴക്ക് പറയണ്ട, അവൻ അറിയാതെയല്ലേ, അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവരെ വഴക്ക് പറയണ്ട, ഒന്നും ചെയ്യരുത് അവനെ എന്നൊക്കെ പറയുമ്പോഴൊക്കെ യശോദാമ്മയ്ക്ക് മാനസികമായ വിഷമം തോന്നി. തന്റെ കുഞ്ഞിനെ പറ്റി ഈ ഗോകുലത്തിലുള്ളവർ എന്തെല്ലാം കുറ്റങ്ങൾ പറയുന്നു. എന്നും ഓരോ ദിവസം കഴിയുന്നവരും എന്റെ കണ്ണനെ പറ്റി കുറ്റങ്ങളും കുറവുകളും ഒക്കെ കേൾക്കുവാനാണല്ലോ ഭഗവാനെ എനിക്ക് യോഗമുണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് യശോദാമ്മ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ണനെ പിടിച്ചുകൊണ്ട് ദൂരേക്ക് കൊണ്ടുപോകും, തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കണ്ണനും വിഷമം കൊണ്ട് പറയുന്നുണ്ട്, അമ്മേ ഞാനിതൊന്നും എടുത്തതല്ല, ഇന്ന് കൂട്ടുകാരില്ല, ഞങ്ങൾ എല്ലാവരും കൂടി ചെന്ന സമയത്ത്
ഇന്ന് എന്റെ ദേഹത്ത് വീണ തൈരൊന്നും ഞാൻ കഴിച്ചതല്ല അമ്മേ, അതിൽ നിന്ന് എന്റെ കൂട്ടുകാർക്ക് എടുത്തു കൊടുത്തപ്പോ എന്റെ ദേഹത്ത് വീണതാണ് അമ്മേ എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴും ഇതൊന്നും ആ യശോദാമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. യശോദാമ്മ കേൾക്കത്തില്ല. യശോദാമ്മയ്ക്ക് ഭയങ്കര വിഷമം. ഇന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, ഇന്ന് നിനക്ക് ഞാൻ നല്ല 2 അടി തരുന്നുണ്ട്, നീ എന്തെല്ലാം ഓരോ ദിവസം കഴിയുന്നതോറും നീ ഈ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കി തരികയാണല്ലോ കണ്ണാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിനെ പിടിച്ചുകൊണ്ട് ആ യശോദാമ്മ തന്നെ വീടിനകത്തേക്ക് പോയി. എന്നിട്ട് യശോദാമ്മ അവിടെ ചെന്നിട്ട്, നിന്നെ ഇനി മുതൽ ഞാൻ കളിക്കാൻ വിടില്ല, നിന്നെ ഇന്ന് മുതൽ ഞാൻ ഇനി ഒരു സാധനം നിനക്ക് ഞാൻ തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കണ്ണനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയ ആ യശോദാമ്മ അവിടെ കിടന്ന ഒരല്പം കയറെടുത്ത് കണ്ണന്റെ 2 കൈ കൂട്ടിക്കെട്ടി. 2 കൈയും ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ആ യശോദാമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ യശോദാമ്മയുടെ മുമ്പിലേക്ക് കൈ കാണിച്ചു കൊടുത്തപ്പോ അതിലേക്ക് കണ്ണന്റെ കൈകൾ ഇങ്ങനെ യശോദാമ്മ കൂട്ടിക്കെട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, നിന്നെ ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന ഒരു ഉരലെടുത്ത് അവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ആ ഉരലിലേക്ക് കണ്ണനെ പിടിച്ചു കെട്ടാനായിരിക്കുമ്പോ കണ്ണനായിരിക്കുന്ന ഭഗവാൻ ആ യശോദാമ്മയുടെ അടുക്കിലോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അമ്മേ എന്നെ വഴക്ക് പറയരുത് അമ്മേ, എന്റെ കൈ കെട്ടരുത് അമ്മേ, കാരണം എന്താ, ഞാനിതൊന്നും ചെയ്ത ആളല്ല, അമ്മയുടെ കണ്ണൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ കരഞ്ഞുകൊണ്ട് ആ യശോദാമ്മയുടെ അടുത്തുകൂടി ഇങ്ങനെ നടക്കും. യശോദാമ്മ അടുത്ത മുറിയിലേക്ക് കയറെടുക്കാൻ പോകുമ്പോ ആ കണ്ണൻ ഓടി ചെന്നിട്ട് പറയാം, അമ്മേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ എന്ന് പറയും. പക്ഷെ യശോദാമ്മയ്ക്ക് അത് മനസ്സിലാവുമോ? യശോദാമ്മയുടെ മനസ്സിൽ ഇങ്ങനെ വിഷമവും ദേഷ്യവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. ആ യശോദാമ്മ എന്നിട്ട് കണ്ണനെ കൊണ്ടുവന്ന് യശോദാമ്മ ഇങ്ങനെ കണ്ണനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, അവരെല്ലാം കഴുത്തെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടാൻ നോക്കും. അങ്ങനെ പിടിച്ചു കെട്ടുമ്പോ ആ കയറ് നീളമില്ല. വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും അടുത്ത മുറിയിൽ പോയിട്ട് കയറെടുത്തുകൊണ്ട് വരും. കയറെടുത്തുകൊണ്ട് വന്നു കഴിയുമ്പോൾ ആ കയറ് കൂടി കണ്ണന്റെ കയ്യിൽ കെട്ടി ആ ഉരലിലേക്ക് കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അതിന് നീളമില്ല. അങ്ങനെ നീളമില്ലാതെ ഇരുന്ന് യശോദാദേവി അങ്ങ് വിഷമിച്ചു. ഇത് എങ്ങനെയാണ് ഇതൊന്ന് കൂട്ടിക്കെട്ടുക, എനിക്കൊന്ന് പ്രയാസമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കുമ്പോ യശോദാമ്മയ്ക്ക് പ്രയാസമായി എന്ന് പറഞ്ഞപ്പോ കണ്ണന് പ്രയാസമായി. ആ കയറുകൊണ്ട് തികയുന്ന വിധത്തിലാക്കി കണ്ണൻ. ആ കണ്ണന്റെ മായാജാലങ്ങൾ കൊണ്ടത് കണ്ണന് പറ്റുന്ന വിധത്തിലാക്കി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, കണ്ണനെ പിടിച്ചുകൊണ്ട് ആ ഉരലിന്റെ അടുക്കിലോട്ട് പോയിട്ട് എന്ത് ചെയ്തു, കണ്ണന്റെ കൈയും ആ തടി ഉരലിലും ഇങ്ങനെ പിടിച്ച് കെട്ടി വെച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ ഇരുന്നോണോ, നിന്നെ ഇന്ന് പുറത്ത് ഞാൻ വിടില്ല, നീ പുറത്തു പോയി ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ പുറത്തേക്ക് വിടത്തില്ല എന്ന് പറഞ്ഞു. കണ്ണൻ ഇങ്ങനെ യശോദാമ്മയുടെ കണ്ണിലേക്ക് നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴക്ക് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കണ്ണിലോട്ട് നോക്കും. പക്ഷെ നമുക്കന്നേരം നമ്മുടെ കുഞ്ഞിന്റെ കണ്ണിലോട്ട് നോക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വിഷമമാണ്. നമുക്കന്നേരം നമ്മുടെ കുഞ്ഞിനെ നമ്മൾ എത്ര വഴക്ക് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിന്റെ കണ്ണിലോട്ട് നോക്കത്തില്ല. കാരണം എന്താണ്, നമ്മുടെ കുഞ്ഞിന്റെ മുഖത്തുള്ള കണ്ണിലുള്ള നിഷ്കളങ്കത്വം നമുക്ക് പ്രയാസമുണ്ടാക്കും. അങ്ങനെ കണ്ണന് ആ ഉരലിൽ കെട്ടിയിട്ടിട്ട് യശോദാമ്മ തന്റെ ജോലിക്കായിട്ട് പോയി. കുറെ നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് കണ്ണൻ എന്ത് ചെയ്തു, ആ ഉരലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഉരലും വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തായി, നോക്കിയപ്പോൾ നല്ല 2 മരങ്ങൾ നിൽക്കുന്നു. അപ്പൊ കണ്ണൻ ഒരു സന്തോഷം തോന്നി. ചില കുട്ടികള് കുസൃതികൾക്കിടയിലും ഒരു കുസൃതി ഉണ്ടാക്കാൻ നേരെ പോയാൽ മതി. എന്ത് ചെയ്തു, കണ്ണൻ എന്ത് ചെയ്തു, ഈ 2 മരങ്ങളുടെ ഇടയിലൂടെ പോയി. അപ്പൊ എന്ത് ചെയ്തു, ഉരല് വന്ന് ഈ മരത്തെ തട്ടി നിന്നു. കണ്ണൻ ഒന്ന് വലിച്ചപ്പോ ഉരല് വരുന്നില്ല. ഒരു വലിയും കൂടി വലിച്ചപ്പോ എന്ത് ചെയ്തു, വലിയ ശബ്ദത്തോടുകൂടി ഈ 2 മരങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നു. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗോപുരത്തിലുണ്ടായിരുന്ന സകല ആൾക്കാരും ശബ്ദം കേട്ടിട്ട് അതി വലിയ ശബ്ദത്തോടു കൂടി വലിയ 2 മരങ്ങൾ വീണത്. അപ്പോഴേക്കും യശോദാമ്മയും കേട്ടും ശബ്ദം. അപ്പൊ എന്ത് ശബ്ദം കേൾക്കുമ്പോഴും എപ്പോഴും ഒരു ഭയമുണ്ട്, തന്റെ മോൻ അതിനകത്തുണ്ടോ എന്നുള്ളത്. ഓടി വന്ന് യശോദാമ്മ മുറിയിൽ നോക്കിയപ്പോ എന്താ, അവിടെ കണ്ണനില്ല, അവിടെ ഉരലുമില്ല കണ്ണനുമില്ല. ഓടി ആ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് ഓടി യശോദാമ്മ. ഓടി നോക്കിയപ്പോ എന്താണ്, ആ 2 മരങ്ങളുടെ ഇടയിലായിട്ട് എന്ത് നിൽക്കുന്നു, കണ്ണൻ നിൽക്കുന്നു. കണ്ണന്റെ കൈയെല്ലാം കെട്ടിയിട്ടേക്കുന്നു. ആ ഉരലിൽ കണ്ണന്റെ കൈ കെട്ടിയിരിക്കുന്നു. യശോദാമ്മ ഓടി വന്ന് കണ്ണന്റെ കൈ ഇങ്ങനെ കെട്ടുകളെല്ലാം അഴിച്ചിട്ട് എന്ത് ചെയ്തു, തന്റെ കുഞ്ഞിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ നോക്കി. തന്റെ കുഞ്ഞിന്റെ ദേഹത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവുകളുണ്ടോ എന്ന് നോക്കി. ഒരു മുറിവുകളുമില്ല. എന്നിട്ട് യശോദാമ്മ
യശോദാമ്മ എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ എടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ കുഞ്ഞിന് ഒന്നും പറ്റിയില്ലല്ലോ ഭഗവാനെ എന്ന് പ്രാർത്ഥനയോടുകൂടി ആ ഭഗവാനെ കൊണ്ട് യശോദാമ്മ പോകുന്നു. ആ പോകുന്ന സമയത്ത് കണ്ണന് ആ 2 വൃക്ഷങ്ങളെ നോക്കി. ആ വൃക്ഷങ്ങളിൽ നിന്നും ദിവ്യമായിരിക്കുന്ന 2 ജ്യോതിസുകൾ ഉണ്ടായി. ആ 2 ജ്യോതിസുകൾ കണ്ണനെ നോക്കി തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നളകൂപരന്മാരാണ്, ഞങ്ങൾക്ക് ശാപം നിമിത്തം, അതായത് ബഹുമാനിക്കപ്പെടേണ്ടവരെ ബഹുമാനിക്കപ്പെടാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ശാപമാണ്. ആ ശാപം നിമിത്തം ഞങ്ങളിതാ നളനും നളകൂപരനും മണിഗ്രീവനും എന്ന് പറയുന്ന 2 പേര് ദേവലോകത്ത് നിൽക്കുന്ന സമയത്ത് അവര് ഒരിക്കൽ ഇങ്ങനെ ഈ നളകൂപരനും മണിഗ്രീവൻ എന്ന് പറയുന്ന 2 പേരുണ്ട്. അശ്വിനി ദേവതകളുടെ മക്കളാണെന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അവരവിടെ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഇവരൊക്കെ മദ്യപിക്കുന്നുണ്ട്. മദ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്സരസ് സ്ത്രീകളും വന്ന് അവരും മദ്യപിച്ചു. അവരെല്ലാവരും ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു തോന്നി ഈ വസ്ത്രമൊക്കെ ഒരു അധികപ്പറ്റാണെന്ന്. മണിഗ്രീവനും നളകൂപരനും തോന്നി അവിടെ ധരിച്ചിരിക്കുന്ന വസ്ത്രം അധികപ്പറ്റാണെന്ന് തോന്നിട്ട് എന്ത് ചെയ്ത് അവരവരുടെ വസ്ത്രമൊക്കെ അഴിച്ചു മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? നഗ്നതയോടുകൂടി അവര് നടന്നു പോകാൻ തുടങ്ങി. മദ്യപിക്കുന്നതിന് ഒരു പ്രത്യേകതയാണ്. അന്നേരം നമുക്ക് ഇതെല്ലാം വേണ്ടാന്നൊക്കെ തോന്നും. അപ്പൊ അങ്ങനെ ഇങ്ങനെ നടന്നങ്ങോട്ട് പോയ സമയത്ത് അവിടേക്ക് വന്ന ഒരു ഋഷിയുടെ, ദേവല ഋഷി എന്ന് പറയുന്ന ഒരു ഋഷി, അദ്ദേഹത്തിന് മുമ്പിൽ കൂടി ഇങ്ങനെ പോയി. കാരണം അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു? അദ്ദേഹം പറഞ്ഞത്, ഒരു വൃക്ഷങ്ങളെ പോലെ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോയത് കൊണ്ട് നിങ്ങൾ എന്താകട്ടെ, നിങ്ങൾ 2 വൃക്ഷങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇവരെ കാണുമ്പോൾ എന്തായിട്ടാണോ അവർക്ക് തോന്നിയത് അങ്ങനെ തന്നെ വന്ന് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 2 വൃക്ഷങ്ങളായിട്ട് അവരവിടെ നിന്നു. അപ്പൊ അവര് ക്ഷമ ചോദിക്കുന്നു. ഒരുപാട് ക്ഷമ ചോദിച്ചപ്പോ ദേവദർശി പറഞ്ഞു, സാരമില്ല, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശാപമോക്ഷം കിട്ടത്തുള്ളൂ എപ്പോഴെങ്കിലും ഭഗവാൻ കൃഷ്ണനായിട്ട് മഹാവിഷ്ണു അവതരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടുന്നതുകൊണ്ട്. അങ്ങനെ ദ്വാപരയുഗത്തിന്റെ അന്തത്തിൽ മധുരരാജ പദത്തിലുള്ള വ്രജമണ്ഡലത്തിൽ കളുന്ത നദിയായിരിക്കുന്ന യമുനയുടെ മഹാവനത്തിനടുത്ത് നിങ്ങൾ 2 പേരും സാക്ഷാത് പരിപൂർണതമനായിരിക്കുന്ന ദാമോദരനോടുകൂടി, എങ്ങനെയാണ് ദാമം എന്ന് വെച്ചാൽ കയറ്, ഈ കയറ് കൊണ്ട് കെട്ടി ഒരു ദാമോദരനായി മാറിയ കണ്ണൻ വന്ന് നിങ്ങളെ രക്ഷിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ശാപമോക്ഷം കിട്ടിയതിന്റെ ഫലമായിട്ടുള്ളവരാണ് ഈ മരത്തിൽ നിന്ന് വന്ന നളകൂപരനും മണിഗ്രീവനും എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഭഗവാൻ ചിന്തിച്ചത് എന്താണ്? 2 കാര്യങ്ങളാണ്. ഭഗവാനെ പിടിച്ചു കെട്ടിയത് ആരാണ്? യശോദാദേവിയാണ്. ആ യശോദാദേവിയെ കൊണ്ട് തന്നെ, വിഷമത്തോടുകൂടി തന്നെ യശോദാമ്മയെ കൊണ്ട് തന്നെ അത് ആ കയറിന്റെ കെട്ട് അഴിച്ചു. അങ്ങനെ കയറ് കെട്ടിയത് കൊണ്ട് കൃഷ്ണനെ എന്ത് വിളിച്ചു? ദാമോദരൻ എന്ന, ദാമം ധരിക്കുന്നവനായതുകൊണ്ട്, കയറ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനായതുകൊണ്ട് ദാമോദരൻ എന്ന നാമകരണവും ഭഗവാന് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? ആ 2 പേർക്കും മണിഗ്രീവനും നളകൂപരനും മണിഗ്രീവനും ശാപമോക്ഷവും കൂടി അവിടെ കൊടുത്തു. അപ്പൊ ഇതെല്ലാം നിമിത്തങ്ങളാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരിക്കുന്ന ആ ഒരു കുറവിനെ പരിഹരിക്കപ്പെട്ടതുമാണ് ഭഗവാന്റെ ഈ ജന്മം കൊണ്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ദേവരന്റെ ശാപത്താല് വൃഷഭാവം പ്രാപിച്ച നളകൂപരനെയും മണിഗ്രീവനെയും ഭഗവാന് ഉദ്ധരിച്ചു എന്നാണ്, അവർക്ക് ശാപമോക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമുക്ക് തരുന്ന ഓരോ നിമിത്തങ്ങളാണ്. നമ്മള് ഭഗവാന്റെ മുമ്പിൽ പലതും ചെയ്യുമ്പോഴും കാണിക്കുമ്പോഴും എല്ലാം പലതും ഭഗവാൻ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതൊന്നും ഭഗവാൻ ഇതൊന്നും കാണുന്നില്ല, അറിയുന്നില്ല എന്നുള്ളതാണ്. പുച്ചക്കുഞ്ഞെ കരുതരുതേ, അരുതാപ്പത് ചെയ്യരുതേ, ഭൂമിയിൽ ആരും കണ്ടില്ലേലും ദൈവം നിന്നെ കാണുന്നു. പണ്ട് നഴ്സറി സ്കൂളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നില്ലേ? നമ്മുടെ വിചാരം എന്താണ്? കണ്ണടച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്താൽ ഇതൊന്നും ആരും അറിയത്തുമില്ല, ആരും കേൾക്കത്തില്ല, ആരും മനസ്സിലാക്കത്തില്ല എന്ന് വിചാരിക്കുന്നതല്ല ഈ ലോകം മുഴുവൻ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ്. ഈ ലോകത്തൊന്നും നമുക്ക് രഹസ്യമാക്കി വെക്കാൻ സാധിക്കത്തില്ല. എല്ലാം രഹസ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു എങ്കിൽ പോലും എല്ലാം പരിപൂർണമായിരിക്കുന്ന പരസ്യങ്ങളാണ്. ഭഗവാനോടാണെങ്കിലും അതെ, ആരോടാണെങ്കിലും അത് തന്നെയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് പരമമായ
അനന്തമായിരിക്കുന്ന ഒരു സത്യമാണ്. ആ സത്യത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഗുണത്തിൽ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഭഗവാനിൽ നിന്ന് ഉണ്ടാകണം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ധൃതരാഷ്ട്ര രാജാവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും ഇത് കൃഷ്ണൻ തന്നെയാണോ? ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് കൃഷ്ണനാണോ? കൃഷ്ണൻ എന്താ ഇത്രയൊക്കെ പഴക്കം ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അപ്പൊ കൃഷ്ണൻ തന്നെയാണോ ഇതൊക്കെ എന്ന് ചോദിക്കും. അപ്പൊ അതിന് ഒരു കഥ അങ്ങോട്ട് പോകണുണ്ടാവും. എല്ലാവർക്കും പോകണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചോദ്യം ചോദിച്ചു ആരും ഭഗവാൻ വ്രജമണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ യഥാർത്ഥത്തിലുള്ള ഈശ്വരനാണോ? ആ ഈശ്വരനെ എനിക്ക് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? ഈ ബഹുലാശ രാജാവ് നാരദ മഹർഷിയോട് പറഞ്ഞു. അപ്പൊ ഈ നാരദ മഹർഷിയോട് പറഞ്ഞു കഴിഞ്ഞപ്പം ഇതിനൊരു മറുപടി പറഞ്ഞു കൊടുക്കണമല്ലോ നാരദ മഹർഷി. അപ്പൊ പറഞ്ഞു, അതിനൊരു കഥ ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് അറിയാമോ? പണ്ട് കാലത്ത് കാളിന്ദിയുടെ പവിത്രമായിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ദുർവാസാവ് മഹർഷി ഇങ്ങനെ അതുവഴി വന്നപ്പോ കുളിച്ചുകൊണ്ടിരിക്കും. ദുർവാസാവ് മഹർഷി കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസാവ് മഹർഷി നോക്കിയപ്പോണ്ട് കുറെ കുട്ടികളുണ്ട്. കുറെ കുട്ടികൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ കൃഷ്ണനാണെങ്കിൽ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. കൊച്ചു കുഞ്ഞാണ്, കൊച്ചു തീരെ കുഞ്ഞാണ്. അപ്പൊ ഇങ്ങനെ വസ്ത്രമൊന്നും ധരിക്കാതെ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുന്ന കണ്ടപ്പോ മുനിക്ക് തന്നെ ഒരു മനസ്സിലൊരു ഇത്, അവർക്കൊക്കെ കാണുമ്പോ അറിയാമല്ലോ അല്ലെ, ഋഷിമാർക്കൊക്കെ കാണുമ്പോ അറിയാം. അദ്ദേഹം അന്നേരം ദുർവാസാവ് മഹർഷി നോക്കിയിട്ട് പറഞ്ഞു, ഇത് കൃഷ്ണൻ തന്നെ ആണോ? അതായത് എന്താണ്, ഷഡ്വിധ ഐശ്വര്യങ്ങളെയും എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഗുണങ്ങളുടെയും കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ തന്നെയാണോ ഇത്? ആ ഭഗവാനെ എങ്ങനെയാണ് ഇങ്ങനെ കാണാൻ സാധിക്കപ്പെടുക? അതനുസരിച്ച് ഇത് നന്ദപുത്രൻ മാത്രമാണ്, ഈശ്വരനല്ല. ഈശ്വരന്റെ അവതാരമായിരിക്കുന്ന ഭഗവാനല്ല, ഇത് വെറും നന്ദപുത്രനായിരിക്കുന്ന ആള് മാത്രമാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് മനസ്സിലൊക്കെ വിചാരിച്ചിരുന്നു ദുർവാസാവ് മഹർഷി. ദുർവാസാവ് മഹർഷി ആരുടെ അവതാരമാണ്? ശിവന്റെ, പരമശിവന്റെ അവതാരമാണ്. ദുർവം എന്ന് പറഞ്ഞാൽ എന്താണ്? കറുകയാണ്. കറുകയുടെ നീര് കുടിച്ച് തപസ് ചെയ്ത ആളാണ് ആര്? ദുർവാസാവായി മാറപ്പെട്ടതെന്നാണ്. ഭയങ്കര ദേഷ്യക്കാരനാണ്, ക്ഷിപ്രകോപിയാണ് ആര്? ദുർവാസാവ് മഹർഷി. അപ്പൊ അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്. കാരണം എന്താണ്, ഈ നിൽക്കുന്ന ആ പോകുന്ന കൃഷ്ണൻ ആരാണ്? ഒരു കൊച്ചു കുഞ്ഞ് വസ്ത്രമൊന്നും ധരിക്കാതെ അതുവഴി പോകുന്നു, കുട്ടികളോടൊപ്പം പോകുന്നു. ഇതിനെയാണോ ലോകം മുഴുവൻ കൃഷ്ണനാണെന്ന് പറയുന്നത്? ബുധനെ കൊന്നത്, തൃണാവർത്തനെ കൊന്നത്, വത്സാസുരനെ കൊന്നത്, അങ്ങനെ എന്തെല്ലാം ഇപ്പോൾ നളകൂപൻ, മണിഗ്രീവൻ തുടങ്ങിയവർക്ക് ശാപമോക്ഷം കൊടുത്തത് ഒക്കെ ഈ കൃഷ്ണൻ തന്നെ ആണോ? അപ്പോൾ യഥാർത്ഥമായ ദൈവീകമായിരിക്കുന്ന ഗുണങ്ങൾ ഈ കൃഷ്ണനുണ്ടോ എന്നൊക്കെ ആർക്കും സംശയം തോന്നി. ദുർവാസാവ് മഹർഷിക്ക് തോന്നി. നമുക്ക് അതിലും തോന്നത്തില്ലയോ? നമ്മൾ തൊഴുതോണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ സൂക്ഷിച്ചു നോക്കും, ഭഗവാൻ തന്നെ ആണോ ഇത് എന്ന് നമുക്ക് തോന്നും ഇല്ലേ? എന്നാലും പിന്നെ ഭഗവാൻ തന്നെ എന്ന് നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് പോലെ ആർക്ക് തോന്നി? ദുർവാസാവ് മഹർഷിക്ക് തോന്നി. അങ്ങനെ ദുർവാസാവ് മഹർഷി കുളിക്കാനായിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെല്ലും തോറും ഇതിനാഴം കൂടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ദുർവാസാവ് മഹർഷി വിചാരിച്ചത് ഒരു സമയം കഴിയുമ്പോൾ ഈ ആഴം ഒന്ന് നിൽക്കും, ഇതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് അറിയാമെന്ന് ദുർവാസാവ് മഹർഷിക്ക് അപ്പൊ തോന്നി. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ചെന്നു. ഇറങ്ങി ചെല്ലുന്തോറും മുഖം, ആ ശിരസ് ആ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോ ആ ദുർവാസാവ് മഹർഷി നോക്കിയപ്പോ എന്താണ്, അതിനകത്ത് എന്ത് കാണാം? താൻ കുളിക്കുന്ന ആ സ്ഥലമെല്ലാം കാണാം. ആ സ്ഥലമെല്ലാം കാണാം. അതിനകത്തേക്ക് നോക്കിയപ്പോൾ എന്ത്, അവിടെ നിൽക്കുന്നില്ല താൻ മുമ്പ് കണ്ട കുട്ടി. ആ കുട്ടിയെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്താണ്, ആ കുട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് എന്തുണ്ടാവുന്നു? പാലാഴി ഉണ്ടാകുന്നു, അനന്തൻ ഉണ്ടാകുന്നു. ആ അനന്തന്റെ പുറത്ത് എന്താ? ഭഗവാൻ, അനന്തശായിയായിരിക്കുന്ന ഭഗവാൻ നിൽക്കുന്നു. ഭഗവാന് ചുറ്റിനും ഭഗവാനെ എല്ലാവരും മറ്റുള്ള
മഹേശ്വരനും ബ്രഹ്മാവും സപ്തർഷിമാരും അഷ്ടദിക്പാലകരും തുടങ്ങിയ അനവധി ദേവതകൾ ആ അനന്തശായിയായിരിക്കുന്ന ഭഗവാന്റെ ചുറ്റിനും നിന്ന് തൊഴുന്നു. മഹാദേവൻ അനുഗ്രഹത്തോടു കൂടി നിൽക്കുന്നു. എല്ലാവരും ഇങ്ങനെ 14 ലോകങ്ങളിലുമുള്ള ഈശ്വരന്മാരെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. വിശ്വാകാരം എന്തൊരാകാരമാണ്! വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. വിശ്വാകാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. എല്ലാവരും ഇങ്ങനെ നാമം ജപിച്ച് ഭഗവാൻ അടുക്ക നിൽക്കുമ്പോ ഈ ലോകത്ത് മുഴുവൻ വിശ്വത്തിനും ആധാരനായിക്കൊണ്ട്, യോഗികളുടെ എല്ലാം ഹൃദയത്തിൽ വസിക്കുന്നവനായിക്കൊണ്ട്, ലക്ഷ്മിയുടെ കാന്തനായിക്കൊണ്ട്, മേഘവർണ്ണനായിക്കൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെ കണ്ടപ്പോ അറിയാതെ വെള്ളത്തിൽ വെച്ച് എന്ത് ചെയ്തു? ദുർവാസാവ് മഹർഷി തൊഴുതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ദുർവാസാവ് മഹർഷി പ്രാർത്ഥനകളോടുകൂടി നാമം ജപിച്ചു, പ്രാർത്ഥനയോടുകൂടി നാമം ജപിച്ചു ഭഗവാന്റെ മുമ്പിൽ. കാരണം എന്താ? തന്റെ മനസ്സിൽ സംശയമുണ്ടായല്ലോ. കാരണം അങ്ങ് എല്ലാം അറിയുന്നവനാണ്. അങ്ങ് എനിക്കും ഇതെല്ലാം അറിയുന്നതാണ്. ഉൾക്കണ്ണുകൊണ്ട് എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നവനായ എനിക്കും സംശയമുണ്ടായല്ലോ കണ്ണനെ പറ്റി. അതുകൊണ്ട് എന്റെ ഭാഗത്തുണ്ടായ ഈ തെറ്റിന് അങ്ങയോട് ഞാൻ മാപ്പ് പറയുന്നു, ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വെള്ളത്തിൽ വെച്ച് തന്നെ ആ ദുർവാസാവ് മഹർഷി ഭഗവാനെ അവിടെ നമസ്കരിച്ചിട്ട് നോക്കിയപ്പോ എന്താണ്? ആ കുട്ടി ഇങ്ങനെ ആ ശാന്തമായിരിക്കുന്ന രൂപത്തോടു കൂടി നിൽക്കുന്ന അനന്തന്റെ പുറത്ത് ശയിക്കുന്ന ഭഗവാനെ അവിടെ നിന്നും കാണുന്നില്ല. ആ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് ആ ഭഗവാൻ ആ ദുർവാസാവ് മഹർഷി ഇങ്ങനെ കരയിലേക്ക് നോക്കിയപ്പോ എന്താണ്? അങ്ങ് ദൂരേന്ന് വരുന്നു. ആര്? ഈ കണ്ണൻ. ഒരു വസ്ത്രം പോലും ധരിക്കാതെ കണ്ണൻ ഇങ്ങനെ വരുന്നു. അടുത്ത് വന്നിട്ട് കൂട്ടുകാരൊക്കെ ഉണ്ട് കൂടെ. കൂട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ പോകുമ്പോ ദുർവാസാവ് മഹർഷി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. അങ്ങോട്ട് പോയപ്പോ സംശയത്തോടു കൂടി കണ്ടു. താൻ കുളി കഴിഞ്ഞ് വന്നപ്പോ ആ ആള് തന്നെ തിരിച്ചു വന്നപ്പോ തൊഴുതുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോ എന്ത് ചെയ്തു? ദുർവാസാവ് മഹർഷി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ആരെ കണ്ടുകൊണ്ട്? നിസാരക്കാരനല്ല തൊഴുന്നത്, ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ അവതാരമായിരിക്കുന്ന ദുർവാസാവ് മഹർഷി കണ്ണനെ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്നു. കൂട്ടുകാരെല്ലാം ഇങ്ങനെ അങ്ങോട്ട് പോയ കൂട്ടത്തില് ആ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ തിരിഞ്ഞൊന്ന് നോക്കി. ആരെ നോക്കി? ആ ദുർവാസാവ് മഹർഷിയെ നോക്കിയപ്പോ തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ആ ദുർവാസാവ് മഹർഷിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ ധാരധാരയായി ഒഴുകി. കാരണം എന്താണ്? എന്റെ ഭഗവാന്റെ മുമ്പിൽ എല്ലാം മനസ്സിലാക്കേണ്ടവനായിരിക്കുന്ന ആള്, എല്ലാം അകക്കണ്ണുകൊണ്ട് കാണേണ്ടവരായിരിക്കുന്ന ഋഷിമാർക്കിത തെറ്റുകൾ പറ്റുന്നല്ലോ ഭഗവാനെ. അതുകൊണ്ട് ഈ ഉള്ളവരോട് അങ്ങ് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് ഇങ്ങനെ ആ ഭഗവാനെ നോക്കിക്കൊണ്ട് ആ ദുർവാസാവ് മഹർഷി ഇരുന്നു. ആ പോകുന്ന പോക്കിൽ ഭഗവാൻ ഇങ്ങനെ ആ ദുർവാസാവ് മഹർഷിയെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു പോകുന്നു. എന്നിട്ട് ചോദിച്ചു, ആ നാരദ മഹർഷി ചോദിച്ചു ബഹുലാശ രാജാവിനോട്, പോരെ അത് കൃഷ്ണനാണോ എന്നറിയാൻ ഇത്രയും ഇതിൽ പരം വലിയ ഉദാഹരണം വേണോ? അവിടെ നിന്ന ബഹുലാശ രാജാവ് പോലും അവിടെ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് തൊഴുതു. നിസ്സാരക്കാരനാണോ ഭഗവാൻ? ഒരിക്കലും നിസ്സാരക്കാരനല്ല. നമുക്ക് തോന്നും ഈ ആൾ വളരെ നിസ്സാരക്കാരനാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വെച്ച് നമ്മൾ ഭഗവാനെ നമ്മൾ അളക്കും. നമ്മൾ എടുക്കുന്ന അളവ് പോലെ വെച്ച് നോക്കാനേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷേ ആ അളവ് പോലെ ഒരുപക്ഷെ ഒന്നുമല്ല ഭഗവാൻ മുമ്പിൽ ഒന്നുമല്ല. പക്ഷെ അതിനൊക്കെ അപ്പുറമായി നിൽക്കുന്ന ഒരു പരമമായിരിക്കുന്ന സത്യവും ധർമ്മവും ചൈതന്യവും സ്വരൂപവും എല്ലാം കൊണ്ട് നമ്മുടെ ഭഗവാനുണ്ട്. അത്രയും കൊണ്ടുള്ള നിസ്സാരമായിരിക്കുന്നവരുടെ മുമ്പിൽ അതിനിസ്സാരമായിരിക്കുന്ന ആളാണല്ലേ. ആ യശോദാമ്മയുടെ മുമ്പിൽ 2 കൈയും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. യശോദാമ്മയെ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് കയറിട്ടിങ്ങനെ കെട്ടി ആ ലോകത്തെ മുഴുവൻ എല്ലാത്തിന്റെയും പാലാഴിയുടെ മുകളിൽ അനന്തന്റെ പുറത്ത് ശയിക്കുന്നവനായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പരിപൂർണമായിരിക്കുന്ന അവതാരമായിരിക്കുന്ന വിഷ്ണുവിന്റെ കൈത ലോകം മുഴുവൻ നോക്കി നിൽക്കുകയാണ്. അഗ്നിയും യമനും വരുണനും തുടങ്ങി എത്രയോ അഷ്ടദിക്പാലകരായിരിക്കുന്നവർ, എത്രയോ ദേവതകളെല്ലാം ഇങ്ങനെ നോക്കി നിന്നും തൊടാൻ സാധിച്ചിട്ടില്ല ഭഗവാനെ. ജീവിതത്തിലൊന്നും തൊടാൻ പോലും സാധിക്കാത്ത ഭഗവാനെ ഇതാ ആ യശോദാമ്മ കയ്യിൽ കയറിട്ട് കെട്ടുന്നു. എന്നിട്ട് ഒരലിൽ പിടിച്ച് കെട്ടുന്നു. ആർക്കും സാധിക്കുമോ? അങ്ങനെയുള്ള ഭഗവാൻ ഇതാ ഇവിടെ വന്നിട്ട് ആരുടെ
ഈ ലോകത്തിന് മുഴുവൻ ശക്തി പ്രഭാവമായിരിക്കുന്ന പരമമായിരിക്കുന്ന ശിവനായിരിക്കുന്ന ലോകത്തിന് മുഴുവൻ ഈശ്വരനായിരിക്കുന്ന മഹാദേവന്റെ തിരു അവതാരമായിരിക്കുന്ന ദുർവാസാവ് മഹർഷിക്ക് പോലും മനസ്സിൽ ഒരു ചാഞ്ചല്യം ഉണ്ടായി, ഒരു ചഞ്ചലതയുണ്ടായി. ഇത് ഈശ്വരനാണോ എന്ന് സംശയം തോന്നിച്ചപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ആ ദുർവാസാവ് മഹർഷിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ മുൻപിലേക്ക് തന്റെ യഥാർത്ഥമായിരിക്കുന്ന രൂപപ്രഭാവത്തെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോഴൊന്നും ദുർവാസാവ് മഹർഷി ആ കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ കുളിച്ചിട്ട് നിൽക്കുമ്പോഴും ആ കുളിച്ച ഈറനോട് കൂടി ഭഗവാന്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്. കാരണം നിസ്സാരക്കാരനായിരിക്കുന്ന ആളല്ല. ലോകം മുഴുവൻ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്രയോ കൊല്ലം, എത്രയോ വർഷക്കാലം തപസ്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. തന്റെ മുമ്പിൽ കൂടി പോകുന്നത് ഇത്ര പരമമായിരിക്കും സത്യമുള്ള മേഘശ്യാമം വീരകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോദ്ഭാസുതാംഗം പുണ്യോപേതം പുണ്ഡരീകായതാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം. ആ മഹാവിഷ്ണു അല്ലേ തന്റെ മുമ്പിൽ കൂടി നടന്നു പോകുന്നത്? നിസ്സാരക്കാരനാണോ? അദ്ദേഹത്തിന്റെ പാദം തൊട്ടിട്ടുള്ള മണ്ണ് പോലും എത്ര ഭാഗ്യമുള്ളതാണല്ലോ എന്ന് ദുർവാസാവ് മഹർഷി ഇങ്ങനെ തൊഴുതുകൊണ്ട് പോയ കാര്യം കേട്ടപ്പോഴേക്കും ബഹിരാശ രാജാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മുടെ ഭഗവാൻ നിസ്സാരക്കാരനല്ല, തന്റേതായിരിക്കുന്ന ഏറ്റവും ചൈതന്യമുള്ളവനായിരിക്കുന്ന ഭഗവാനാണ് എന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമായിരിക്കണം. നമ്മുടെ മനസ്സിൽ പോലും ഉണ്ട് പലപ്പോഴും ഈ സംശയങ്ങൾ. ഈശ്വരനെ കാണുമ്പോൾ നമുക്ക് അത് ഈശ്വരനാണോ എന്ന് നമുക്ക് സംശയം തോന്നും. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ മായയാണ്. നമ്മളുടെ മനസ്സിലേക്ക് മായ ഉണ്ടാക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ വീണ്ടും ശ്രമിക്കത്തുള്ളൂ. നമ്മൾ ഈശ്വരനെ അറിയാനായി നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈശ്വരൻ ഒരു അനുഭവമായി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് പല വിധത്തിലുള്ള അനുഭവങ്ങളായി വരും. ഭക്ഷണം വിശക്കുന്ന സമയത്ത് ഭക്ഷണമായി ഈശ്വരൻ ഉണ്ടാകും. ദാഹിക്കുന്ന സമയത്ത് ഭഗവാൻ നല്ല ദാഹജലമായി വരും. മറ്റുള്ള സമയത്ത് നല്ല ഒരു ഇളം കാറ്റായി നമ്മുടെ അടുക്കിലേക്ക് എത്തും. അങ്ങനെ ഏതൊക്കെ രൂപത്തിൽ വേണമെങ്കിലും ഭഗവാൻ നമ്മുടെ അടുക്കൽ വരും. അത് ഓരോ തലത്തിലാണ്. അവയെ കാണാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് എപ്പോഴാണോ സാധ്യമാകുന്നത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന ഈശ്വര തത്വത്തെ നമ്മൾ അറിയുന്നത് എന്ന് പറയും. അപ്പോ പരിപൂർണതമനായിരിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹ കൃപാ കടാക്ഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഗോലോക ഖണ്ഡം എന്ന് പറയുന്ന ഒന്നാമത്തെ ഖണ്ഡം തീരുന്നത്. ഇനി അടുത്തതാണ് വൃന്ദാവന ഖണ്ഡം എന്ന് പറയുന്നത്. ആ വൃന്ദാവന ഖണ്ഡം നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.